നല്ല ഗംഭീര മഴ കഴിഞ്ഞതാണ്. ഒരു കാര്യം പറയാൻ വന്നത് കാരണം പറഞ്ഞല്ല, നമ്മൾ ഈ മഴയത്തെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ എന്ന് പറയുന്നതാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ കൊച്ചിയിൽ നിന്ന്, അതായത് കാക്കനാട് നിന്ന് തിരുവനന്തപുരം വരാൻ വേണ്ടി കാറിനാണ്, എൻ്റെ ഇഗ്നിസാണ്, മാരുതി ഇഗ്നിസാണ് കാറ്. അതിന് പക്ഷേ ഈ മഴയായതുകൊണ്ട് എനിക്ക് ഈ അരൂര് പാലത്തിനോട് പണി നടന്നുകൊണ്ടിരിക്കുക, എന്താണ് നമ്മുടെ തുറവൂര് മേൽപ്പാലമൊക്കെ പണിതുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് മാപ്പിട്ടാണ് കാക്കനാടും എന്തോ റോഡ് പണിതുകൊണ്ടിരിക്കുക. നമ്മുടെ എനിക്കത് പാലമാണോ അതോ വാട്ടർ അതോറിറ്റിയാണെന്ന് അറിയില്ല, അതുപോലെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മാപ്പിട്ട് വന്നു. മാപ്പിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോകുന്നത് മറ്റേ നമ്മൾ സ്ഥിരം പോകുന്ന ചേർത്തല വഴിയല്ല പോകുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറ വഴിയൊക്കെയാണ് തിരിച്ചു വിട്ടത്. തിരുവനന്തപുരം വരാൻ വേണ്ടി കാക്കനാട് നിന്ന് തൃപ്പൂണിത്തറ വരുന്നു. അവിടുന്ന് എവിടേക്കോ കാണിച്ചാണ് അവസാനം ഇത് വൈക്കം വരെ എത്തി. അപ്പം എനിക്ക് തോന്നുന്നു വൈക്കം കഴിഞ്ഞ് ചേർത്തല ഇറങ്ങിയിട്ട് പോകാൻ അങ്ങനെ ആയിരിക്കും റൂട്ട് വരുന്നു. വൈക്കത്ത് നിന്ന് ലെഫ്റ്റ് കാണിച്ചു, എന്തോ ഇത്ര മിനിറ്റ് നേരത്തെ എത്താൻ കരുതി ലെഫ്റ്റ് കാണിച്ചു. ഞാൻ ആ ലെഫ്റ്റ് എടുത്തു. അതൊക്കെ എത്തിയത് കുമരകം, നമ്മുടെ കോട്ടയം കുമരകം അല്ലേ, തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി കുമരകം വരെ എത്തി. എങ്ങനെ അവിടെ എത്തി എനിക്ക് പിടുത്തമില്ല, പക്ഷെ മാപ്പ് കാണിക്കുന്ന ആ വഴി തന്നെയാണ്. കുമരകത്താകുമ്പോഴത്തെ അത്യാവശ്യം റോഡിലൊക്കെ മഴ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നു. ആദ്യമൊക്കെ രസമാണ്, വഴിയിൽ കൂടെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വണ്ടി കൂടി ചേർത്ത് വണ്ടിയൊക്കെ ഒന്ന് കഴുകി കിട്ടും. മഴയില്ല ആ സമയത്ത്, മഴ കഴിഞ്ഞ ആ ഭാഗത്ത് അത്യാവശ്യം ഇതുപോലൊക്കെ നിൽക്കുന്ന ക്ലൈമറ്റ്, മഴയില്ല. മാപ്പ് നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. പതുക്കെ പെട്രോളിന് തീരാറായി. തൊട്ടടുത്തൊരു പമ്പ് കണ്ടു, അത് വെള്ളം കയറി അടച്ചിട്ടിരിക്കുക. കുറേ ഞാൻ പിന്നെ വേറെ നോക്കി, പമ്പ് തിരിച്ചു പോയാൽ അവിടെ ഒന്നും പമ്പില്ലായിരുന്നു, പിന്നേക്ക് പോകേണ്ടി വന്നു. പക്ഷെ വെള്ളമായിട്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല, പതുക്കെ ഒരു നിശ്ചിതമായ സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു പമ്പിൽ ചെന്ന് 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് അപ്പം ചോദിച്ചേട്ടാ മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല, തിരുവനന്തപുരം പോകും മോനെ എന്ന് വേണ്ടി പറയുന്നു. ആ പറഞ്ഞ ഉടനെ കേട്ട് ഞാൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പം സത്യം പറയുമല്ലോ, ഓരോ വീടുകൾക്കകത്തുറക്കെ വെള്ളം കയറി ഒഴുകുന്ന കാഴ്ച കണ്ട്. റോഡിനെക്കാളും കഷ്ടമാണ് വീട് ഒക്കെ സൈഡിലൂടെ കാണാം. മിന്നേക്ക് പോയപ്പോഴത്തേനും ഒരു പാടം നിറഞ്ഞ് കവിഞ്ഞ് റോഡിൽ കൂടെ വെള്ളം ഒഴുകി അടുത്ത ലെവലിലേക്ക്, അതായത് വണ്ടിയുടെ ടയറിൻ്റെയൊക്കെ മുകളിലേക്ക് വെള്ളം കയറി. അത് പിന്നെ വന്ന് എനിക്കൊന്ന് ആ ബോണറ്റിന് താഴേക്ക് എത്തിക്കാണും എന്തായാലും ആ സമയത്തൊക്കെ. തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം അവിടെ വണ്ടി തിരിക്കാൻ പറ്റത്തില്ല, തിരിക്കാനുള്ള സ്ഥലമില്ല. ഇനി വഴിയാണോ കുഴിയാണോ റോഡാണോ ഓടയാണോ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ആ ടെൻഷനായി. ഷൂട്ട് ചെയ്യാനെന്ന് ആ സമയത്ത് തോന്നിയിരുന്നു, ഷൂട്ട് കാണണ്ട, കാരണം അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. വണ്ടി നിർത്താൻ പറ്റും, നിന്ന് ഓഫായി പോയ ഓട്ടോമാറ്റിക് വണ്ടി എഗ്നിസിൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന കരുതി ഞാൻ രണ്ടും കൽപ്പിച്ച് വണ്ടി മുന്നോട്ട് പോയി. കാരണം തിരിച്ചു പോകുക എന്നുള്ളത് ഇമ്പോസിബിൾ. അത്രയും ദൂരം ഇത്രയും സമയം എവിടെയിട്ട് ഇതൊക്കെ പ്രശ്നമാവേണ്ടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം കുറേ ചെന്നപ്പോൾ തന്നെ ഒരു സൈഡിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് വണ്ടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കണം, അല്ല എല്ലാം ഓഫായി പോയതാണ്. അതിനകത്ത് ഇഗ്നിസിനെക്കാളും വലിയ വണ്ടിയുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ മാത്രമാണ് ഇപ്പോൾ ഉണ്ട്. പുള്ളി പറഞ്ഞു എൻ്റെ മാരുതി ഓൾട്ടോ മോനെ അത് ഓഫായി കിടക്കുകയാണ്, ഞാൻ പെട്ടിരിക്കുകയാണ്, സൂക്ഷിച്ച് പോകണം. പക്ഷേ ഈ ഒരു വെള്ളക്കെട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ മാപ്പ് കാണിക്കുന്ന വലത്തേക്കാണ്, അതുവഴി പോയാൽ മതി. ഈ മാപ്പ് കാണിക്കുന്ന വഴി പോകരുത്, അത് തെറ്റാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ലെഫ്റ്റിൽ കൂടി കയറി പോയിട്ട് നേരെ ഏറ്റുമാനൂർ പിടിക്കുക, അവിടുന്ന് നിങ്ങൾ തിരുവനന്തപുരം റൂട്ട് നോക്കാൻ പറഞ്ഞു. മാപ്പ് കാണിക്കുന്ന വഴി മൊത്തം വെള്ളമാണെന്ന്. ഇതിനകത്ത് ഇമാരൊരു ചുവപ്പോ റെഡോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇത് നമ്മൾ ഗൂഗിൾ മാപ്പിനെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നതിന് കുഴപ്പമാണ് പലപ്പോഴും പറയുന്നത്. ആരും അത് വഴി അറിയാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പറ്റുന്ന അബദ്ധമാണ്. ആൾക്കാരോട് ചോദിച്ചു പോകാം, നിർത്തി ചോദിച്ചുകൊണ്ട്. അപ്പോഴും പിന്നെ കാണുന്ന വെള്ളം എനിക്ക് പേടിയാണ്, കാരണം അത് വളരെ ആഴമുണ്ട്. ആൾക്കാർ നടന്നു വരുമ്പോൾ ആൾക്കാരുടെയൊക്കെ ഈ ഭാഗം വരെയൊക്കെ വെള്ളം നിൽക്കുന്നത് കാണാം. അപ്പം അദ്ദേഹം പറഞ്ഞു ഇഗ്നിസിന് കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ശ്വാസം എടുത്ത് ഇഗ്നിസ് ഇറക്കി വെള്ളത്തിൽ കൂടെ ഒരേ സ്പീഡിൽ പോയി. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഒരു തുമ്മലൊക്കെ ഉണ്ട്, വണ്ടി ഓഫായി പോയെന്ന് നോക്കും. ഓട്ടോമാറ്റിക്കല്ല, തീർന്ന ഫുൾ സ്വിച്ച് ഓഫ് ആയി പോകില്ല. പക്ഷെ അത് ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചില്ല. പിന്നേക്ക് കയറി ഞാൻ ജംഗ്ഷനിലെത്തി. അപ്പോഴും വണ്ടി ഷൗട്ട് നിർത്തുമ്പം ഇടിച്ചിടിച്ചാണ് നിൽക്കുന്നത്. ഓട്ടോമാറ്റിക് നമ്മൾ ഗിയർ ഇടിച്ച് നിൽക്കുന്ന പോലെ ഓട്ടോമാറ്റിക് ഇടിച്ച് നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ പണി കിട്ടാൻ തുടങ്ങി. ഞാൻ ഒന്ന് കുറച്ച് റേസ് ചെയ്തു, കുറച്ച് നേരം അവിടെ വണ്ടി ഓണാക്കിയിട്ട് ഒരു പയ്യനവിടെ ഒരു കോഴിയിറച്ചി വാങ്ങിക്കാൻ ഞാൻ മോനെ തിരുവനന്തപുരം പോകാൻ ചേട്ടാ ലെഫ്റ്റ് പിടിച്ചോ, നിങ്ങളെ വേറെ വഴിയുണ്ടല്ലോ വേറെ ചേട്ടാ ഏറ്റുമാനൂർ പിടിച്ചിട്ട് അവിടുന്ന് അതാണ് നല്ലത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പയ്യൻ പറഞ്ഞു ഇതുപോലാണ്. അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ പിടിച്ച് തിരുവനന്തപുരം വരെ എത്തിയപ്പോഴത്തേന് 10 മണിക്കൂർ എന്തോയി, കാക്കനാട് ടു തിരുവനന്തപുരം. പറഞ്ഞു വന്നത് മഴയത്ത് അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം ചെയ്യുക, വണ്ടിയിലാണെങ്കിൽ കൂടി. പിന്നെ മാപ്പ് കണ്ടു പോകുന്ന വഴികൾ സൂക്ഷിക്കുക. ഒത്തിരി പോക്കറ്റ് റോഡൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ അവസ്ഥ വെള്ളം കയറിയിട്ടുള്ളതാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഈവൻ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പോലും പലപ്പോഴും വെള്ളം കയറി നിറഞ്ഞു കിടക്കാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ആവശ്യത്തിന് ചെറിയ വണ്ടികൾ ഭയങ്കര ഇത് നിന്നൊക്കെ പോയാലേ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വന്ന് ആളെ എടുക്കാൻ പോലും ചിലപ്പം ആളുകൾ വരണമെന്നില്ല. മഴ കഴിയാതെ നമുക്ക് ആ വാഹനം ഒന്നും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒഴിയങ്ങ് പോയെന്നിരിക്കും. അതുകൊണ്ട്
യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഒരു അനുഭവം പറഞ്ഞാൽ, കാരണം നമ്മൾ ദുരന്തത്തിൽ ചെന്ന് പെടുമ്പോഴേ നമ്മൾ ദുരന്തത്തിലായെന്ന് മനസ്സിലാവും. അതുവരെ ഇത് എൻജോയ് ചെയ്ത് പൊക്കൊണ്ടിരിക്കും. ഈ മഴവെള്ളമൊക്കെ ഉണ്ട്, അവസാനം ചെന്ന് പെട്ടതോ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു കേട്ടോ. എന്നാൽ എൻ്റെ ഇഗ്നീസിന് നന്ദി, അവൻ എന്നെ കുടുക്കിയില്ല. ഇവിടെ എത്തി. പിന്നെ പ്രശ്നമൊന്നുമല്ല വണ്ടി, പിന്നെ ഞാൻ ഓടിച്ച വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. ഓട്ടോമാറ്റിക് മാരുതി ഇഗ്നീസ് നെക്സ ബ്ലൂ, പരസ്യമല്ല പക്ഷേ സന്തോഷം. അതില്ലെങ്കിൽ ടെൻഷൻ അടിച്ചത് ഇപ്പോഴും മറക്കില്ല. എന്തായാലും ചെറിയ മഴയൊക്കെ ആസ്വദിക്കുക, വലിയ മഴയൊക്കെ ഒന്ന് ശ്രദ്ധയോടെ ആസ്വദിക്കുക. ശരി, കാണാം.